ആറന്മുളയിലേത് ഹണിയും കെണിയും ഒന്നുമല്ല. അവിഹിതം ജയേഷ് പിടികൂടി. ഞെട്ടി അയൽവാസികൾ. ആറന്മുളയിൽ യുവാക്കൾക്ക് ക്രൂരമർദ്ദനമേറ്റതിന്റെ യഥാർത്ഥ കാരണങ്ങൾ പുറത്ത്. റാന്നിക്കാരനെ മർദ്ദിച്ചതിന് രജിസ്റ്റർ ചെയ്ത കേസിലെ റിമാൻഡ് റിപ്പോർട്ടിലാണ് സത്യങ്ങൾ രേഖപ്പെടുത്തിയിരിക്കുന്നത്. റാന്നിക്കാരൻ മൊഴി നൽകിയതുപോലെ സംഗതി ഹണിയും കെണിയുമല്ല, നല്ല ഒന്നാന്തരം അവിഹിതമാണെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത്. കേസിലെ ഒന്നാം പ്രതി ജയേഷിന്റെ ഭാര്യയും രണ്ടാം പ്രതിയുമായ രശ്മിയും റാന്നിക്കാരനുമായുള്ള അവിഹിത ബന്ധമാണ് മർദ്ദനത്തിൽ കലാശിച്ചിരിക്കുന്നത്. രശ്മിയുടെ വഴിവിട്ട പോക്ക് മനസ്സിലാക്കിയ ജയേഷ് റാന്നിക്കാരനെ തന്ത്രത്തിൽ വിളിച്ചു വരുത്തി മർദ്ദിക്കുകയായിരുന്നു. മർദ്ദനമേറ്റ രണ്ട് യുവാക്കളും രശ്മിയുമായി സെക്സ് ചാറ്റ് ചെയ്തിരുന്നു. യുവാക്കൾക്ക് രശ്മിയുമായുള്ള ബന്ധം മനസ്സിലാക്കിയ ജയേഷ് ഇരുവരെയും തന്ത്രപൂർവ്വം തിരുവോണ ദിവസം വീട്ടിലേക്ക് വിളിച്ചു വരുത്തുകയായിരുന്നു. തുടർന്ന് ആഭിചാരം ചെയ്യുന്ന തരത്തിൽ തുടങ്ങി ക്രൂരമായി മർദ്ദിച്ചു. ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നതായി അഭിനയിക്കാനും യുവാക്കളെ നിർബന്ധിച്ചു. കയ്യിലുണ്ടായിരുന്ന പണവും ഫോണും തട്ടിയെടുത്തു. യുവാക്കളെ മർദ്ദിക്കുന്ന സംഭവത്തിന്റെ കൂടുതൽ ദൃശ്യങ്ങൾ ജയേഷിന്റെ രഹസ്യ ഫോൾഡറിലാണുള്ളത്. എന്നാൽ ഇതിന്റെ പാസ്വേഡ് നൽകാൻ ജയേഷ് ഇതുവരെ തയ്യാറായിട്ടില്ല. കൂടുതൽ തവണ പാസ്വേഡ് തെറ്റായി അടിച്ചാൽ രഹസ്യ ഫോൾഡറിലുള്ള എല്ലാ വിവരങ്ങളും അപ്രത്യക്ഷമാവും. അതുകൊണ്ട് തന്നെ പാസ്വേഡ് വീണ്ടെടുക്കാൻ പോലീസ് ശ്രമം തുടരുകയാണ്. ഈ ഫോൾഡർ തുറന്നാൽ മാത്രമേ ദമ്പതികൾ കൂടുതൽ പേരെ പീഡനത്തിന് ഇരയാക്കിയിട്ടുണ്ടോ എന്ന കാര്യത്തിലടക്കം കൂടുതൽ വിവരങ്ങൾ ലഭ്യമാവുകയുള്ളൂ. കൂടുതൽ പേരെ പീഡനത്തിന് ഇരയാക്കിയോ എന്ന് ഉറപ്പിക്കാനാണ് ഫോൺ പരിശോധിക്കുന്നത്. അതുകൊണ്ട് തന്നെ പാസ്വേഡ് ലഭിക്കുക എന്നത് വളരെ നിർണായകമായ കാര്യങ്ങളിൽ ഒന്നാണ്. നാടിനെ ഞെട്ടിച്ചാണ് പത്തനംതിട്ടയിൽ യുവദമ്പതികളുടെ ക്രൂരത അരങ്ങേറിയത്. കോയിപ്പുറം ആന്താലിമണ്ണിലാണ് ഹണി ട്രാപ്പിൽ കുടുക്കി ആലപ്പുഴ റാന്നി സ്വദേശികളായ യുവാക്കളെ ദമ്പതികൾ അതിക്രൂരമായി മർദ്ദിച്ചത്. കെട്ടിത്തൂക്കി സ്വകാര്യ ഭാഗങ്ങളിൽ സ്ലേപ്പർ അടിച്ചും നഖത്തിനിടയിൽ മുട്ടുസൂചി കുത്തിയുമായിരുന്നു പീഡനമെന്ന് യുവാക്കൾ പറഞ്ഞിരുന്നു. സംഭവത്തിൽ ചരൽക്കുന്ന് സ്വദേശികളായ ജയേഷ്, രശ്മി എന്നിവരെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തിരുന്നു.